Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ 6ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി നമുക്ക് പല തരത്തിൽ തയ്യാറാക്കാം. എന്നാൽ ഇന്ന് വളരെ പെട്ടെന്ന് രുചികരമായ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. So keep watching. Hope you like it. പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അത്യാവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകമാണ് ആഡ് ചെയ്യുന്നത്. അതോടൊപ്പം 2 പച്ചമുളകും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കാം. നല്ലോണം അരയ്ക്കേണ്ട ആവശ്യമില്ല. ആ മുളകും ജീരകവും ഒന്ന് മിക്സായി വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീരകവും മുളകും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൂട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കൂട്ടിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കലക്കിയെടുക്കാം. നമുക്ക് എത്ര കറി വേണം അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യുക. എന്നാലും ഒരുപാട് ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പുളിശ്ശേരി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കടുവറുത്ത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് കറിവേപ്പില ഇടാം. ഞാനിവിടെ 2 കൊത്ത് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഇതൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ പുളിശ്ശേരി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചെറിയ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം. ഇതൊന്ന് തണുത്ത് വന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പുളിശ്ശേരി ഇപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. നല്ല പുളിയുള്ള തൈരാണ്. നിങ്ങളുടെ തൈര് പുളി കുറവുള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പുളിശ്ശേരി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രeshzideasന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.